വന്നതല്ലേ, എന്നിട്ടെന്താ നിർബന്ധം പിടിച്ച് ഒപ്പം പോവാത്തത്? ഭാവനയ്ക്ക് പുറത്ത് കൂട്ടിന്റെയും കാവലിന്റെയും ആവശ്യമില്ലല്ലോ ജയേ. ഞാൻ പറഞ്ഞതേ നിന്റെ ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല ആന്റി, ഭാവന എന്തിനാ ഇത്ര അർജന്റ് ആയിട്ട് പോയത്? എന്തായാലും നിസ്സാര കാര്യത്തിനാവില്ല മോളെ, നോക്കാം. എന്റെ മോന്റെ ഡോക്ടർ സ്വപ്നം തകർക്കരുത് മോനെ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ദൈവം എനിക്ക് കൊണ്ടുതന്നൊരു അവസരം അത്. അത്രമാത്രം എൻ്റെ അമ്മയെ നിങ്ങളൊക്കെ ചേർന്ന് ഉപദ്രവിച്ചു. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണിച്ചു തരാം. മോനെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവന്റെ പേര് കേസ് ചാർജ് ചെയ്യരുത് പ്ലീസ്. കേസ് ചാർജ് ചെയ്യണോ വേണ്ടിയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങളുടെ മോൻ ഇനി ഡോക്ടർ ആവുന്നത് എനിക്കൊന്ന് കാണണം. അയ്യോ മോനെ, അവൻ ഇനി കുറച്ചു നാളത്തേക്ക് പുറം ലോകം കാണാനാകാത്ത വിധം ഞാൻ ആക്കിക്കോളാം. മോനെ, എനിക്ക് അവനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചെന്നൊന്നറിയണം. ദേ, കൂടുതൽ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലേ ഞാൻ മീഡിയ വിവരം അറിയിക്കും. അയ്യോ, പിന്നെ ഞാൻ പറയണ്ടല്ലോ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. അയ്യോ മോനെ, ചതിക്കരുത്. ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ രക്തമല്ലേ. ആണോ? എന്നിട്ടാണല്ലേ ഭാനുവിനോട് അവന് നെറുകേട് കാണിച്ചത്. അവന്റെ കയ്യിലിരിപ്പിന് ഇത്രയും അത്യാവശ്യം തന്നെയാ. വെറുതെ മാമൻ നിന്ന് സമയം കളയണമെന്നില്ല. അറിയാലോ, ഇത് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാത്ത കേസാ. നോക്ക് മോനെ, ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാമൻ പോയി എന്റെ ഭാവനേച്ചിയെ ഒന്ന് കാണും. എന്നിട്ട് ഭാനുവിനെ കുറിച്ചുള്ള എന്തൊക്കെ തെളിവുകൾ ജയേഷിന്റെ കയ്യിലുണ്ടോ അതെല്ലാം ഭാവനേച്ചിയെ ഏൽപ്പിക്കും. അതിനുശേഷം ഞാൻ ജയേഷിനെ വെറുതെ വിടണോ വേണ്ടിയോ എന്ന് ആലോചിക്കാം. പേടിക്കണ്ട, അതുവരെ ഞാൻ ഈ വിവരം മീഡിയയെ അറിയിക്കത്തുമില്ല, കേസും ചാർജ് ചെയ്യത്തില്ല. വെറുതെ ആലോചിച്ച് നിന്ന് സമയം കളയണ്ട. ഓരോ മിനിറ്റിനും വിലയുള്ളതാ. ഓക്കേടാ, ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. നീ വിളിച്ചാ മതി. ആരാ മോളെ? ആ അമ്മേ, ഭരത്താ വിളിച്ചത്. അമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു. എന്താ? മോഹനമാമന്റെ വാലില് തീ പിടിച്ചിട്ടുണ്ട്. സ്വന്തം മകൻ പോലീസ് കസ്റ്റഡിയിലായെന്നറിഞ്ഞ് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ജയേഷിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കണമെങ്കിൽ ഭാനുവിന്റെ പേരിലുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ എത്തിക്കാനാണ് ഭരത് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ആ തെളിവുകളുമായിട്ട് പൊന്നാര മാമൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. പക്ഷെ ഇവിടെ സംസാരിക്കുന്ന ഞാനായിരിക്കില്ല, അമ്മയായിരിക്കും. ഞാനെന്ത് പറയാനാ? ഇതൊരു അവസരം അമ്മേ. അമ്മ ആ വീട്ടിൽ നിന്ന് മാട്ടി ഇറക്കിയതിനും പണ്ട് ഉപദ്രവിച്ചതിനും ഒക്കെ ചെറിയൊരു തിരിച്ചടിയെങ്കിലും കൊടുക്കണ്ടേ അമ്മേ? എന്നാലല്ലേ അമ്മയുടെ മക്കളായ ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവൂ. എന്തിനാ ഇത്? അവരൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യാൻ പോയാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ ഇതുപോലുള്ള വാക്കുകൾക്കൊന്നും അധികം പ്രസക്തി കൊടുക്കണ്ടമ്മേ. നമ്മൾ മനുഷ്യരാണ്, കുറച്ചൊക്കെ അന്തസ്സും അഭിമാനവും നമുക്കുണ്ട്. അതുകൊണ്ട് ഈ അവസരം നമ്മൾ മുതലെടുക്കും. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി അമ്മ ആ വീട്ടിലേക്ക് പോയപ്പോ എങ്ങനെയാണ് സ്വീകരിച്ചെന്നും പരിചരിച്ചെന്നും അമ്മ ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അവരമ്മയോട് കാണിച്ചതൊന്നും അമ്മ തിരിച്ചവരോട് കാണിക്കണമെന്ന് ഞാൻ പറയില്ല. എന്നാലും ന്യായമായ രീതിയിൽ അമ്മ പ്രതികരിക്കണം. നമ്മളും തീരെ മോശമല്ലാന്ന് അവര് മനസ്സിലാക്കട്ടെ അമ്മ. അവര് വരുമ്പോ നീ പുറത്തു വരണ്ട. നിന്നെ അവര് തൽക്കാലം കാണണ്ട.
ശരി ചേച്ചി. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ഭാനു? അതാ ഇപ്പൊ ഭരത് ചെയ്യുന്നത്. നീ പറയുന്നതെല്ലാം ശരി തന്നെയാ. പക്ഷെ ഞാൻ എന്താണ് പറയേണ്ടത് അതും കൂടെ പറയേ. ഇനി നമ്മളോട് അവരൊന്നിനും വരരുതമ്മേ. അതിനു വേണ്ടിയാ ഞാൻ പറയുന്നത്. ഹലോ, എന്തടി? മോഹനേട്ട എവിടെയാ? മോനെ കാര്യം എന്തായി? നീ ഒന്ന് സമാധാനപ്പെട രാജി. ഞാൻ അവനെ കൊണ്ടേ വരൂ. പോരെ? ഇങ്ങനെ പറഞ്ഞ പോരെ മോഹനേട്ടാ. എന്റെ മോനെ എനിക്ക് വേണം. അവന് ഒരിക്കലും ഇങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല. അതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റൂ. ഇപ്പൊ തെളിവോടല്ലേ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതാരും അവനെ പറ്റിച്ചതാവും. ഇത് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കിട്ടിയ കാശാവും. അപ്പൊ പിന്നെ കാറിൽ നിന്ന് കിട്ടിയ കാശോ? എന്തായാലും ഞാനിപ്പോ ഭാവനെ കാണാൻ വന്നിട്ടുണ്ട്. ഇനി അവള് വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. അമ്മയും മോനും കൂടി ഏണിയും പാമ്പും കളിച്ച് എന്റെ മോനെ അകത്താക്കിയപ്പോ സമാധാനമായല്ലേ? രാജീവ്, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ ഫോൺ വെച്ചേ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എങ്ങനെയായാലും എന്റെ മോനെ പുറത്തു കൊണ്ടുവരണം. അറിയാലോ, പുറത്താരെങ്കിലും അറിഞ്ഞാ അവന്റെ ജീവിതം നശിക്കുന്നേ. അങ്ങനൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ മോനിന്ന് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹിക്കും. എന്നെ മോഹനേട്ടൻ അറിയാലോ. ഒടുവിൽ ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. അത്രേ ഉള്ളൂ. ഭാവന, ഭാവന, എന്റെ മോനെ രക്ഷിക്കണം. അവൻ ഒരിക്കലും കള്ളനോട്ടിന്റെ ഇടപാട് നടത്തില്ല. ഇതാരോ അവനെ മനഃപൂർവ്വം പെടുത്തിയതാ. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാ? ഭരത് വിളിച്ചു പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞത്. സത്യം എന്താണെന്ന് ജയേഷിന് മാത്രമല്ലേ അറിയൂ. ഭാവന, അറിയാലോ, ഭാനുവിനെ പോലെ അവനും ഒരു മെഡിക്കൽ സ്റ്റുഡന്റാ. ഈ വിവരം പുറത്തറിഞ്ഞാൽ തകരുന്നത് അവന്റെ ഭാവിയാ. അതെന്താ? ജയേഷിന് മാത്രമേ ഭാവിയുള്ളൂ. അപ്പൊ ഭാനുവിനോട് അവൻ കാണിക്കുന്നതോ?